നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം ഓണത്തിന് ശേഷം ആരംഭിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. അർജുൻ ആയങ്കിക്ക് ആര് കവചമൊരുക്കിയാലും പിടികൂടുമെന്നും രമേശ് ചെന്നിത്തല. ഓഗസ്റ്റ് 15 ശേഷം പോലീസ് സേനയുടെ മുഖച്ഛായ മാറുമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി. മുട്ടിക്കുളങ്ങര പോലീസ് പരിശീലന കേന്ദ്രത്തിൽ പാസിംഗ് ഔട്ട് പരേഡിന് സല്യൂട്ട് സ്വീകരിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി. പിരായിരി മാമ്പ്രയിൽ സ്വകാര്യ കരിങ്കൽ ക്വാറി വീണ്ടും പ്രവർത്തിക്കാനുള്ള നീക്കത്തിനെതിരെ സമരസമിതി രംഗത്ത്. നേതാക്കൾ ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ മറുപടി അറിയിച്ചതായി സമരസമിതി നേതാക്കൾ. സാങ്കേതിക ശാസ്ത്രീയ പരിശോധനകൾ നടത്തി PWD അധികൃതർ കെട്ടിടങ്ങൾ കൈമാറിയില്ലെന്ന പാലക്കാട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം പൊളിയുന്നു. കെട്ടിടങ്ങളെ നിർമ്മാണ പ്രവൃത്തികൾ പരിശോധിച്ച് കൈമാറ്റം നടത്തിയതായി PWD ഡിവിഷൻ AE രജനിയുടെ ഫോൺ സംഭാഷണം. കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർ സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ കൺവീനർ റെയ്മണ്ട് ആന്റണി. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡ് കണയം പ്രദേശത്തെ കാട്ടുപന്നി ശല്യം രൂക്ഷമായതായി പരാതി. കൂട്ടത്തോടെ കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. നിരവധി വാഴകളും മറ്റു കാർഷിക വിളകളും പന്നിക്കൂട്ടം നശിപ്പിച്ചു. കാട്ടുപന്നികൾക്ക് പുറമെ തെരുവുനായ ശല്യവും രൂക്ഷമായതായും നാട്ടുകാരുടെ പരാതി. ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം ഓണത്തിന് ശേഷം ആരംഭിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. അർജുൻ ആയങ്കിക്ക് ആര് കവചമൊരുക്കിയാലും പിടികൂടുമെന്നും ചെന്നിത്തല പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. ഓഗസ്റ്റ് 15 ശേഷം പോലീസ് സേനയുടെ മുഖച്ഛായ മാറുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്തിനകത്ത് ലഹരി കടത്താനുള്ള എല്ലാ വഴികളും അടച്ചു. പരിശോധന കർശനമായി തുടരുന്നതോടെ ലഹരി മാഫിയ കൊറിയർ ഏജൻസികളെ മറയാക്കുകയാണ്. ഇക്കാര്യത്തിൽ സ്വകാര്യ കൊറിയർ സർവീസുകാർ ജാഗ്രത പാലിക്കണമെന്നും ഇല്ലെങ്കിൽ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. ചില സ്വകാര്യ കൊറിയർ കമ്പനിക്കാർ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതായി മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. സ്പീച്ച് കട്ട്. ഓപ്പറേഷൻ തുഫാൻ്റെ രണ്ടാം ഘട്ടം ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ അടുത്ത ഘട്ടം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് വ്യാപകമായ ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾക്കുമാണ് രൂപം കൊടുക്കുന്നത്. കൊറിയർ സർവീസിലൂടെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്ന് വസ്തുക്കൾ അയക്കുന്നതായി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. കൊറിയർ കമ്പനികളോട് ഞാൻ ഒരു കാര്യം പാലക്കാട് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടി നിർത്തിക്കൊള്ളണം. സ്വകാര്യ കൊറിയർ കമ്പനികൾ പോസ്റ്റ് ഓഫീസുകൾ വഴിയും ലഹരി പദാർത്ഥങ്ങൾ രാസലഹരി അയക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഈ കമ്പനികൾക്കെതിരെ ഉണ്ടാകും. ഓഗസ്റ്റ് 15 ശേഷം പോലീസ് സേനയുടെ മുഖച്ഛായ മാറും. സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി പൊതുജനങ്ങളെ പോലീസുമായി കൂടുതൽ അടുപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അർജുൻ ആയങ്കി പോലീസ് സേനയ്ക്കും ആഭ്യന്തരമന്ത്രിക്കും നേരെ നടത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതെല്ലാം പോലീസ് സേന നേരിട്ടുകൊള്ളുമെന്നുമായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം ആരംഭിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് താൻ കണ്ടിട്ടില്ലെന്നും പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട്ടെ മുട്ടിക്കുളങ്ങര പോലീസ് പരിശീലന കേന്ദ്രത്തിൽ പാസിംഗ് ഔട്ട് പരേഡിന് സല്യൂട്ട് സ്വീകരിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. 347 പേരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ശനിയാഴ്ച നടന്നത്. ക്രമസമാധാന പാലനത്തിനും കുറ്റാന്വേഷണത്തിലും കേരള പോലീസ് മാതൃകയാണെന്ന് ചെന്നിത്തല അഭിവാദ്യം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. KAP 1-2 ബറ്റാലിയനിൽ നിന്നും യഥാക്രമം പരിശീലനം ലഭിച്ച 127, 110 പോലീസ് സേനാംഗങ്ങൾ, IR ബറ്റാലിയനിൽ നിന്നും പരിശീലനം നേടിയ 110 റിക്രൂട്ട് പോലീസ് ഡ്രൈവർ സേനാംഗങ്ങളും ഉൾപ്പെടെ 347 പേരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ശനിയാഴ്ച മുട്ടിക്കുളങ്ങര പോലീസ് പരിശീലന കേന്ദ്രത്തിൽ നടന്നത്. പാസിംഗ് ഔട്ട് പരേഡിന് സല്യൂട്ട് സ്വീകരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ക്രമസമാധാന പാലനത്തിലും കുറ്റാന്വേഷണത്തിലും കേരള പോലീസ് മാതൃകയാണെന്ന് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കവേ രമേശ് ചെന്നിത്തല പറഞ്ഞു.
കേരള പോലീസിനെ ആധുനികവൽക്കരിക്കുന്നതിനൊപ്പം കൂടുതൽ ജനകീയമാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പോലീസ് ഇന്ത്യയിലെ പോലീസിന് മാതൃകയാണ്. അഭിമാനബോധത്തോടെ ഞാനത് പറയുന്നു. കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സേനയാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. കുറ്റാന്വേഷണത്തിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സ്വൈര ജീവിതം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലുമെല്ലാം കേരള പോലീസ് ഉജ്ജ്വലമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഒരു റോൾ മോഡലായി മാറണം. പരിശീലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരൻ, SP A അബ്ദുൾ റാഷി, IPS ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സേനാംഗങ്ങളിൽ 20 പേർ ബിരുദാനന്തര ബിരുദം നേടിയവരും ഒരാൾ MSW, 3 പേർ MBA, 26 പേർ എഞ്ചിനീയറിംഗ് ബിരുദം, 198 പേർ വിവിധ വിഷയങ്ങളിൽ ബിരുദം നേടിയവരുമാണ്. 26 പേർക്ക് ഡിപ്ലോമയും 73 പേർക്ക് +2 അല്ലെങ്കിൽ ITI യോഗ്യതയുമുണ്ട്. 12 പ്ലാറ്റൂണുകൾ പങ്കെടുക്കുന്ന പരേഡ് നയിച്ചത് KAP 2ാം ബറ്റാലിയൻ സേനാംഗമായ P വിനീതാണ്. KAP 1ാം ബറ്റാലിയൻ സേനാംഗം ഹാഷിം അലിയാറായിരുന്നു 2ാം കമാൻഡർ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിരായിരി പഞ്ചായത്തിലെ മാമ്പ്രയിൽ സ്വകാര്യ കരിങ്കൽ ക്വാറി വീണ്ടും പ്രവർത്തിക്കാനുള്ള നീക്കത്തിനെതിരെ സമരസമിതി രംഗത്ത്. നേതാക്കൾ ജില്ലാ കലക്ടറെ നേരിൽ കണ്ട കാര്യങ്ങൾ ബോധിപ്പിച്ചു. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കലക്ടർ മറുപടി അറിയിച്ചതായി സമരസമിതി നേതാക്കളും പറഞ്ഞു. മാമ്പ്രയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി ജനകീയ സമരത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് നിർത്തിവച്ചിരുന്നു. എന്നാൽ 2 മാസങ്ങൾക്ക് മുൻപ് വീണ്ടും ക്വാറിയിൽ ഖനനം നടത്താനുള്ള ശ്രമം പ്രദേശവാസികളിൽ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് സമരസമിതി ഭാരവാഹികളും വെൽഫെയർ പാർട്ടി ജില്ലാ നേതാക്കളും ജില്ലാ കലക്ടറെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. നിയമലംഘനം പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാമെന്നും കേസിൽ കക്ഷി ചേരാമെന്നും കലക്ടർ അറിയിച്ചതായി സമരസമിതി നേതാക്കളും പറഞ്ഞു. ക്വാറിയുടെ സമീപത്താണ് 3 പഞ്ചായത്തുകൾക്ക് കുടിവെള്ള വിതരണം ചെയ്യാനുള്ള 22.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 200-ലധികം വീടുകൾ, സ്കൂൾ, ആരാധനാലയങ്ങൾ എന്നിവയും സമീപത്താണ് പ്രവർത്തിക്കുന്നത്. വെൽഫെയർ പാർട്ടി നേതാക്കളായ M സുലൈമാൻ, റിയാസ് ഖാലിദ്, സെയ്ദ് പറക്കുന്നം, സമരസമിതി ഭാരവാഹികളായ ഷിബി ഹക്കീം, കുഞ്ഞു മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലാ കലക്ടറെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഷൊർണൂർ ജ്വാലയ്ക്ക് നൽകിയ ഹോം കെയർ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ശനിയാഴ്ച നടന്നു. ജ്വാല പരിസരത്ത് നടന്ന ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഷൊർണൂർ ജ്വാലയ്ക്ക് നൽകിയ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് ശനിയാഴ്ച രാവിലെ ജ്വാല ഓഫീസ് പരിസരത്ത് നടന്നത്. P മമ്മിക്കുട്ടി MLA ഫ്ലാഗ് ഓഫ് കർമ്മം നടത്തി സംസാരിച്ചു. വാഹനം നമ്മുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് മാഷ് പറഞ്ഞ മാതിരി ആദ്യം ഞങ്ങളൊരു 8 ലക്ഷം രൂപ അതിനുവേണ്ടി നീക്കിവെച്ചത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നപ്പോൾ 8 ലക്ഷം മതിയാവാതെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി പിന്നീട് ബാക്കി ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പിന്നീട് കാലതാമസം വരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് അല്പം ദീർഘിച്ചു പോയത്. എങ്കിലും നിങ്ങളുടെയൊക്കെ തന്നെ ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ട് ഹോം കെയർ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് സൗകര്യപ്രദമായ വിധത്തിലുള്ള ഒരു ആംബുലൻസ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ജ്വാല സെക്രട്ടറി KT ജോർജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ TR സന്തോഷ് കുമാർ, P രഞ്ജിത്ത്, TP രാജീവ്, M പ്രശാന്ത്, രാജാമണി, കൃഷ്ണൻകുട്ടി, R മണി, CK മാത്യു, മുരളി മോഹൻ, കോര P കുര്യൻ, വാസു, ലക്ഷ്മണൻ, മാനസ മണികണ്ഠൻ, പാലിയേറ്റീവ് നഴ്സ് സജിത, ഡോക്ടർ സൂര്യകൃഷ്ണ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CITU മണ്ണൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CITU മണ്ണൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ണൂർ AMJB സ്കൂളിൽ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രദേശങ്ങളിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ തൊഴിലാളി പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് അതിനെ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന CITU എന്ന പ്രസ്ഥാനമാണ്. മാത്രമല്ല CITUവിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ
CIT പേരിലും പ്രസ്ഥാനം മാത്രം വിചാരിച്ചാൽ കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് INTC ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംയുക്ത പേരിലും പ്രസ്ഥാനം എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് വി മോഹൻ അധ്യക്ഷത വഹിച്ചു. PV പീതാംബരൻ, K ശ്രീദേവി, AR ചന്ദ്രിക, N തങ്കപ്പൻ, ജോൺസൺ ജേക്കബ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ ഉടൻ പിൻവലിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തുള്ളൽ കലാകാരന്മാരുടെ ഉന്നമനത്തിനായി നിലകൊള്ളുന്ന അഖില കൈരളി തുള്ളൽ കലാകാര സംഘടനയുടെ AKTAA 5ാമത് സംസ്ഥാന സമ്മേളനവും തുള്ളൽ കലാകാരന്മാരുടെ സംഗമവും ഈ മാസം 9 ഞായറാഴ്ച ചെറുതുരുത്തി കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കും. ചെറുതുരുത്തിയിൽ വാർത്താ സമ്മേളനത്തിൽ പരിപാടികളെക്കുറിച്ച് സംഘാടകർ വിശദീകരിച്ചു. ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 9:30 ചെറുതുരുത്തി കലാമണ്ഡലം നിള ക്യാമ്പസിലാണ് അഖില കേരളി തുള്ളൽ കലാകാര സംഘടനയുടെ AKTAA 5ാമത് സംസ്ഥാന സമ്മേളനവും തുള്ളൽ കലാകാര സംഗമവും സംഘടിപ്പിക്കുക. ഇതിനുവേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ പതാകോയർത്തിന് ശേഷം പാണിവാദരത്നം കലാമണ്ഡലം ഈശ്വരനുണ്ണി സംഗമം ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ കലാമണ്ഡലം മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിവിധ കലാകാരന്മാർ പങ്കെടുക്കും. ഉച്ചയ്ക്ക് പ്രതിനിധി സമ്മേളനവും സംഘടിപ്പിക്കും. തുടർന്ന് നടക്കുന്ന ഓട്ടൻ തുള്ളൽ കലാമണ്ഡലം ജിനേഷ്, ശീതങ്കൻ തുള്ളൽ പ്രഭാകരൻ പുന്നശ്ശേരി, പറയൻ തുള്ളൽ കുറിച്ചിത്താനം ജയകുമാർ തുടങ്ങിയവരും അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അഖില കൈരളി തുള്ളൽ കലാകാര സംഘടനയുടെ 5ാമത് സംസ്ഥാന സമ്മേളനവും തുള്ളൽ കലാകാര സംഗമവും ഈ വർഷം കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ചാണ് നടത്തുന്നത്. ആഗസ്റ്റ് 9 ഞായറാഴ്ചയാണ്. രാവിലെ 9 മുതൽ ആണ് നമ്മളുടെ സമ്മേളനം ആരംഭിക്കുന്നത്. 3 മേഖലകളിലായിട്ടാണ് സംഘടനയുടെ പ്രവർത്തനം നടത്തുന്നത്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകൾ ഉത്തരമേഖലയിൽ നിന്നും, പാലക്കാട് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ മധ്യമേഖലയിൽ നിന്നും, അതിനുശേഷം താഴോട്ട് കോട്ടയം മുതൽ തിരുവനന്തപുരം വരെയുള്ളത് ദക്ഷിണ മേഖലയെന്നും 3 മേഖലകളായി തിരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കലാമണ്ഡലം നിഖിൽ, അമ്പലപ്പുഴ സുരേഷ് വർമ്മ, കലാമണ്ഡലം നന്ദകുമാർ, കലാമണ്ഡലം ശിവദേവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സാങ്കേതിക ശാസ്ത്രീയ പരിശോധനകൾ നടത്തി PWD അധികൃതർ കെട്ടിടങ്ങൾ കൈമാറിയില്ലെന്ന പാലക്കാട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം പൊളിയുന്നു. കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പരിശോധിച്ച് കൈമാറ്റം നടത്തിയതായി PWD ഡിവിഷൻ AE രജനിയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നിരിക്കുന്നു. കോടികൾ ദൂർത്തടിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർ സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിലും ആരോപിച്ചു. കെട്ടിടങ്ങളുടെ കൈമാറ്റം നടന്നത് മെഡിക്കൽ കോളേജിന്റെ ചുമതലയുണ്ടായിരുന്ന ഒറ്റപ്പാലം സബ് കളക്ടർ മുമ്പാകെയാണെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2014 സെപ്റ്റംബർ 19 പാലക്കാട് മെഡിക്കൽ കോളേജിന് തുടക്കം കുറിച്ചത്. പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് രാജ്യത്ത് തന്നെ ആദ്യമായി നിർമ്മിച്ച മെഡിക്കൽ കോളേജാണ് പാലക്കാടിലേത്. മാറി മാറി വന്ന സർക്കാരുകൾ മെഡിക്കൽ കോളേജ് വികസനം വാഗ്ദാനം ചെയ്തെങ്കിലും സാങ്കേതികതയിൽ തട്ടി ഇന്നും അവഗണന നേരിടുകയാണ്. കെട്ടിടങ്ങൾ PWD പരിശോധിച്ച് കൈമാറാത്തതാണ് വികസനത്തിന് തടസ്സമാവുന്നതെന്നും തകരാറിലായ ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണി പോലും നടത്താൻ കഴിയാത്തത് കാരണമാണെന്നുമാണ് അധികൃതരുടെ വാദം. ലിഫ്റ്റ് തകരാറിലായതുമൂലം മെഡിക്കൽ കോളേജിലെത്തുന്ന ആയിരക്കണക്കിന് രോഗികളാണ് ദുരിതം അനുഭവിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ കൺവീനർ റൈമണ്ട് ആന്റണിയുമായുള്ള സംഭാഷണത്തിലാണ് പരിശോധനകൾ പൂർത്തിയാക്കി കെട്ടിടങ്ങൾ കൈമാറിയ കാര്യം PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി വ്യക്തമാക്കിയത്. ഇത് കളക്ടറും ചേർന്ന് യോഗത്തിലാണോ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? അതെ അതെ, ഒറ്റപ്പാലം കളക്ടറാണ് മെഡിക്കൽ കോളേജിൽ ചാർജ്. അതെ അതെ. അപ്പൊ അവര് അവിടെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റപ്പാലത്ത് പോയിട്ടാണ് പിന്നെ മെഡിക്കൽ കോളേജ് അതോറിറ്റിക്ക് നമ്മുടെ ബിൽഡിംഗ്സിൽ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബിൽഡിംഗ് പരിശോധനയൊക്കെ എല്ലാം പൂർത്തീകരിച്ചതാണോ മാഡം? ഇതൊക്കെ നേരത്തെ പരിശോധിച്ചാണല്ലോ. ഇത് കഴിഞ്ഞിട്ട് കുറെ വർഷമായല്ലോ. ലാസ്റ്റ് കുറച്ച് ഫിനിഷിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പേരിലായിരുന്നു ഇത്ര ദിവസം അവര് മേടിക്കാതിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം മേടിച്ചു. എല്ലാം കൊടുത്തു കഴിഞ്ഞു. പോയിട്ട് ഒറ്റപ്പാലത്ത് പോയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സബ് കളക്ടർ നേരിട്ട് കൊടുത്തിരിക്കുന്നത്. സബ് കളക്ടറിന്റെ അധ്യക്ഷതയില്. പാലക്കാട് വെച്ചിട്ടുള്ള യോഗത്തിൽ വെച്ചാണോ കൊടുത്തിരിക്കുന്നത് അതോ ഒറ്റപ്പാലത്ത് പോയിട്ട്? ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം.
ഓ ഓ അപ്പൊ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് സാറ് ഈ കൃഷ്ണപ്രസാദ് സാറിന് കൊടുത്തു. അന്ന് സാറുണ്ടായിരുന്നു. സാർ ഇപ്പൊ ഒരാഴ്ച കൂടുതലായിട്ട് ലീവിലാണ്. ഓ ഇനിയും ഈ അടുത്ത ആഴ്ച മറ്റോ ജോയിൻ ചെയ്യുള്ളൂ സാറ്. ഓ അസുഖമായിട്ട് കിടപ്പാണോ? അല്ല സാറ് വേറെ എന്തോ പേഴ്സണൽ ആണ്, നമുക്കതറിയില്ല. ശരി ശരി ശരി. ആ അപ്പൊ ഏതായാലും മാഡത്തിന് കഴിയുമെങ്കിൽ അതിന് ചെറിയൊരു ഫോട്ടോ എടുത്ത് ഇട്ട് തരാൻ പറ്റി ഇട്ടതായോ? അതല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല അതെന്താന്ന് വെച്ചാൽ ഒരു ഒറ്റ വാക്കിലുള്ള കൊടുത്തുകളാണോ എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഒഫീഷ്യൽ കാര്യം സാർ അറിയാതെ തരാൻ പറ്റില്ല. അത് മാഡം മൊബൈലിൽ കാണിച്ചു തന്നല്ലോ. അപ്പൊ അത് ഏത് രേഖയാണ്? ഞാൻ ആ സീറ്റ് നോക്കുന്ന കുട്ടിയോട് മെസ്സേജ് അയച്ച് ചോദിച്ചതാണ് എന്നാണ് ലാസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തത്. ആ കുട്ടി എനിക്ക് മെസ്സേജ് ആണെന്ന് എനിക്ക് കാണിച്ചു തന്നത്. ഓ ശരി ശരി. സീറ്റ് നോക്കുന്ന ആളുണ്ടല്ലോ ഓഫീസിലെ, അവരോട് ഞാൻ ചോദിച്ചതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 70% സീറ്റ് സംവരണം ചെയ്യപ്പെട്ട മെഡിക്കൽ കോളേജ് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും അടിസ്ഥാന സൗകര്യമില്ലാതെ അവഗണന നേരിടുകയാണ്. 50 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന അധികാരികളുടെ അന്തർനാടകങ്ങളാണ് നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളുണ്ടെങ്കിലും ഉപയോഗിക്കാതെ നശിക്കുകയാണ്. രക്തബാങ്ക്, ട്രോമ കെയർ എന്നിവ പ്രവർത്തിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശവും നടപ്പായിട്ടില്ല. കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർ സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ കൺവീനർ റേമണ്ട് ആന്റണി ആരോപിച്ചു. ട്രോമ കെയർ ഇല്ല, രക്തബാങ്കില്ല, ഫാർമസിയിൽ മരുന്നുകൾ പോലുമില്ല, മോർച്ചറിയില്ല. ദൂർത്തടിക്കുവാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്ന് വേണം പറയാൻ. സ്കാനിങ് മെഷീൻ, എക്സ്റേ മെഷീൻ, കോടികൾ മുടക്കിക്കൊണ്ട് ഒത്തിരിയേറെ മിഷനറികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ട്രോമ കെയർ ആരംഭിക്കണം, ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കണം, രക്തബാങ്ക് ആരംഭിക്കണം, ഫാർമസികൾ മരുന്നുണ്ടാവണമെന്നെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. കൃത്യമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വകാര്യ മേഖല തകരും. സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകൾക്ക് വളർച്ച ഇല്ലാതാവും. ആ വളർച്ച ഇല്ലാതാവാതിരിക്കുവാൻ വേണ്ടി മെഡിക്കൽ കോളേജ് നാമാവിശേഷമായി നശിക്കണമെന്നുള്ള ഒരു നീഭരമാണ് ഇവിടുത്തെ ഇതിന്റെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിലെ 1-ാം വാർഡ് കണയം പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതായി പരാതി. രാത്രിയിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. മറ്റു കാർഷിക വിളകളും പന്നിക്കൂട്ടം നശിപ്പിച്ചതായാണ് പരാതി. കാട്ടുപന്നികൾക്ക് പുറമെ തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമായതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. കണയം പ്രദേശത്താണ് കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും വാർഡിൽ വ്യാപകമായി കാട്ടുപന്നികൾ ഇറങ്ങി കൃഷിയിടം നശിപ്പിച്ചു. നിരവധി വാഴകളും മറ്റു കാർഷിക വിളകളുമാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയ്ക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ കാട്ടുപന്നികൾക്ക് പുറമെ തെരുവുനായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് കടുത്ത ഭീതിയോടെയാണ് സ്കൂൾ കുട്ടികളും കർഷകരും അടക്കമുള്ള നാട്ടുകാർ ദിനംപ്രതി പുറത്തിറങ്ങുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശത്തെ നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചിറ്റൂരിലെ BJP നേതാവ് പ്രാണേഷ് രാജേന്ദ്രനു വേണ്ടി രേഖകളില്ലാതെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 30 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ചിറ്റൂർ വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് പണം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചിറ്റൂർ സ്വദേശി മണിക്കുട്ടനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും ഇരുചക്ര വാഹനത്തിലാണ് പണം കടത്തിയിരുന്നത്. പണം വാഹനത്തിൻ്റെ സീറ്റിന് താഴെ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പണമാണെന്നും രേഖകളില്ലാത്ത പണം പ്രാണേഷ് രാജേന്ദ്രൻ്റെ വീട്ടിലെത്തിക്കണമെന്നായിരുന്നു നിർദ്ദേശമെന്നാണ് മണിക്കുട്ടൻ്റെ മൊഴി. പ്രാണേഷ് രാജേന്ദ്രൻ്റെ ഡ്രൈവറാണ് പിടിയിലായ മണിക്കുട്ടൻ. പ്രാണേഷ് രാജേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് ഓപ്പറേഷൻ തണ്ടർ എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് മണിക്കുട്ടനും പണവും പിടിയിലായത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇൻസ്പെക്ടർ ലിജോ ഉമ്മന്റെ നേതൃത്വത്തിലായിരുന്നു വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയത്. തുടർ നടപടികൾക്കായി മണിക്കുട്ടനെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻകം ടാക്സ് പാലക്കാട് ഇൻവെസ്റ്റിഗേഷൻ വിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പ്രാണേഷ് രാജേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്നും എക്സൈസ് അധികാരികൾ പറഞ്ഞു. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ OK പ്രസന്നൻ, പ്രിവന്റീവ് ഓഫീസർ ജോസ് പ്രകാശ്, സിവിൽ എക്സൈസ് ഓഫീസർ ശ്യാം മോഹൻ എന്നിവരും പങ്കെടുത്തു. പ്രാണേഷ് രാജേന്ദ്രന്റെ കുഴൽപ്പണ ഇടപാടാണ് ഡ്രൈവർ മണിക്കുട്ടനിൽ നിന്നും രേഖയില്ലാതെ 30 ലക്ഷം പിടിച്ചെടുത്തിലൂടെ വെളിച്ചത്ത് വന്നതെന്ന് ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ആരോപിച്ചു. പ്രാണേഷ് രാജേന്ദ്രന്റെ സാമ്പത്തിക ഭൂമി ഇടപാടുകൾ ദുരൂഹത നിറഞ്ഞതാണ്.
ഇതിനെ കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്. പ്രാണേഷ് രാജേന്ദ്രനെ പ്രതി ചേർത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സമഗ്ര അന്വേഷണം നടത്തി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ നിയമപരമായി നേരിടുമെന്നും MLA സുമേഷ് അച്യുതൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തോൽനൂർ പ്രൈമറി അഗ്രി ക്രെഡിറ്റ് സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിമുക്ത ഭടനും സൊസൈറ്റി ഡയറക്ടറുമായ അശോക് കുമാറിൻ്റെ നിര്യാണത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന കാസിം യോഗം ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് ചെന്താമരാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി നിഷാദ് ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോൽനൂർ ശശിധരൻ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. ബാലൻ, കുത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹരിദാസ്, വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൻസാർ കാസിം, സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സൊസൈറ്റി ജീവനക്കാരായ രതീഷ്, ഷിബു, കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു. തരൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഫീഖുദ്ദീൻ സ്വാഗതവും കുത്തന്നൂർ പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ സുശീല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് ചടങ്ങുകൾക്ക് ഒരുക്കങ്ങളായി. ഓഗസ്റ്റ് 9 ഞായറാഴ്ചയാണ് ചടങ്ങുകൾ. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂരിപ്പാന്റെ കാർമ്മികത്വത്തിൽ രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് 9 ഗജപൂജയും പിന്നീട് ആനയൂട്ടും ആരംഭിക്കും. ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി സുരേന്ദ്രൻ പറഞ്ഞു. ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിലെ 24ാമത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നാളെ, അതായത് ആഗസ്റ്റ് 9-ാം തീയതി നടത്തപ്പെടുകയാണ്. ക്ഷേത്രതന്ത്രിയായ ശ്രീ തീയന്നൂർ കൃഷ്ണേന്ദ്ര നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കാലത്ത് 5 മണിക്ക് ആരംഭിച്ച് 7 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും തുടർന്ന് 9 മണിക്ക് ഗജപൂജയും അതിനെ തുടർന്ന് ആനയൂട്ടും ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടം ഓണത്തിന് ശേഷം ആരംഭിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. അർജുൻ ആയങ്കിക്ക് ആര് കവചമൊരുക്കിയാലും പിടികൂടുമെന്നും രമേശ് ചെന്നിത്തല. ഓഗസ്റ്റ് 15 ശേഷം പോലീസ് സേനയുടെ മുഖച്ഛായ മാറുമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി. മുട്ടിക്കുളങ്ങര പോലീസ് പരിശീലന കേന്ദ്രത്തിൽ പാസിംഗ് ഔട്ട് പരേഡിന് സല്യൂട്ട് സ്വീകരിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി. പിരായിരി മാമ്പ്രയിൽ സ്വകാര്യ കരിങ്കൽ ക്വാറി വീണ്ടും പ്രവർത്തിക്കാനുള്ള നീക്കത്തിനെതിരെ സമരസമിതി രംഗത്ത്. നേതാക്കൾ ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ മറുപടി അറിയിച്ചതായി സമരസമിതി നേതാക്കൾ. സാങ്കേതിക ശാസ്ത്രീയ പരിശോധനകൾ നടത്തി PWD അധികൃതർ കെട്ടിടങ്ങൾ കൈമാറിയില്ലെന്ന പാലക്കാട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം പൊളിയുന്നു. കെട്ടിടങ്ങളെ നിർമ്മാണ പ്രവൃത്തികൾ പരിശോധിച്ച് കൈമാറ്റം നടത്തിയതായി PWD ഡിവിഷൻ AE രജനിയുടെ ഫോൺ സംഭാഷണം. കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർ സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ കൺവീനർ റെയ്മണ്ട് ആന്റണി. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 1ാം വാർഡ് കണയം പ്രദേശത്തെ കാട്ടുപന്നി ശല്യം രൂക്ഷമായതായി പരാതി. കൂട്ടത്തോടെ കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. നിരവധി വാഴകളും മറ്റു കാർഷിക വിളകളും പന്നിക്കൂട്ടം നശിപ്പിച്ചു. കാട്ടുപന്നികൾക്ക് പുറമെ തെരുവുനായ ശല്യവും രൂക്ഷമായതായും നാട്ടുകാരുടെ പരാതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.